ഇനി എന്തായാലും നമ്മളൊരു കാര്യം സൂക്ഷിക്കുക. അധികം ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ കല്യാണം നേരത്തെ നടത്തുക. ശോശാമ്മ എന്തു പറയണു? ആരെന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. കേണലോ? അത് പിന്നെ ചേട്ടനോട് ചോദിക്കണ്ട സാർ. ഇനി മുതൽ എന്റെ ഇഷ്ടമാണ് ചേട്ടന്റെ ഇഷ്ടം. ചായ കുടിച്ചേട്ടെ. കേണലേ, ശോശാമ്മയ്ക്ക് ബന്ധുക്കളായിട്ട് ഞങ്ങളെ ഉള്ളൂ. കേണലിനും അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വാസം. അപ്പൊ ഇനി മുഹൂർത്തം നോക്കേണ്ട താമസമേ ഉള്ളൂ. അല്ല, അത് അടുത്ത മാസം 2-ാം തീയതി ഒരു മുഹൂർത്തം ഉണ്ട് സാർ. അത് കഴിഞ്ഞാ പിന്നെ 30-ാം തീയതി ഉള്ളൂ. 30-ാം തീയതി നടത്താലോ? എനിക്ക് തിരക്കില്ല സാർ. 2-ാം തീയതി നടത്തിയാലും മതി. എന്താ ചൂട് കൂടുതലുണ്ടോ? ശോശാമ്മ ഒന്ന് ചോദിക്കുക, എന്തിനാ കരയുന്നത്? എല്ലാം എന്റെ തെറ്റാണ്, എന്റെ തെറ്റ്. ഞാൻ ആ ദുഃഖ സത്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കരുതായിരുന്നു. നിറപറയും നിലവിളക്കിനെയും സാക്ഷി നിർത്തി 2 തവണ വിവാഹിതനായവനാണ് ഞാൻ. പക്ഷേ 2 തവണയും ആദ്യ രാത്രിക്ക് തൊട്ടു മുമ്പ് എന്നെ വിവാഹം ചെയ്ത നിർഭാഗ്യവതികൾ എന്നേക്കുമായി എന്നെ വിട്ടുപോയി. പിന്നെ എന്റെ ജാതകം പരിശോധിച്ചപ്പോഴറിഞ്ഞത് വിവാഹ ജീവിതം നയിക്കാൻ ഭാഗ്യമില്ല. എന്നാലും ഞാനും മനുഷ്യനല്ല, എനിക്കുമില്ലേ മോഹങ്ങൾ. മരിക്കാൻ പേടിയില്ലെങ്കിൽ ശോശാമ്മയെ കെട്ടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ സർ. എന്തും നേരിടാൻ ശോശാമ്മയ്ക്ക് ധൈര്യമുണ്ടെന്ന് എനിക്കറിയാം. ശോശാമ്മേ, ശോശാമ്മേ, അന്ധവിശ്വാസങ്ങളെ കെട്ടിപ്പിടിച്ചു. ശോശാമ്മ പോയി. സാരല്ല, ശോശാമ്മയെ മറന്നുകള. മരിക്കാൻ ഭയമില്ലാത്തൊരു പെൺകുട്ടിയെ എന്നെങ്കിലും കേണലിന് കിട്ടും. സങ്കടപ്പെടണ്ടാട്ടോ, ആന്റി പോണേ പൊയ്ക്കോട്ടെ. സാരമില്ല കുട്ടി, ഞാൻ വേറൊരാളെ ആലോചിക്കാം. മറ്റാരുമില്ല, ഞാൻ തയ്യാറാ അങ്കിളിനെ കല്യാണം കഴിക്കാൻ. അപ്പോ വേണു? എനിക്കിഷ്ടമല്ല വേണുനെ. അയാൾക്കിപ്പോ വേറെ പെമ്പിള്ളേരുടെ പുറകെ നടപ്പാ ജോലി. മോളെ അങ്ങനെ പറയരുത്. എന്നെ കെട്ടിയ മോൾ ഉടനെ മരിക്കും. മരിക്കട്ടെ, എന്നാലും ഒരു ദിവസമെങ്കിലും അങ്കിളിന്റെ ഭാര്യയായിട്ടല്ലേ മരിക്കുക. അങ്കിൾ എന്താ മിണ്ടാത്തത്? DIG അങ്കിൾ സമ്മതിക്കില്ല എന്ന് പേടിയാ? എങ്കിൽ നമുക്ക് ഒളിച്ചോടാം, എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. അത് വേണ്ടി വരും. താങ്ക് യു അങ്കിൾ. നോ മെൻഷൻ പ്ലീസ്. മോൾ അങ്കിളിനെ വെറുതെ വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ്. ഈ വൃദ്ധന് ഒരിക്കലും മകളെ വിവാഹം ചെയ്യാനാവില്ല. മാത്രമല്ല, വേറെ പല കാരണങ്ങൾ കൊണ്ടും അങ്കിളിന്റെ നിലനിൽപ്പ് അപകടത്തിലാവും. അതൊഴിവാക്കാൻ ഞാൻ ഒളിച്ചോടും ഒറ്റയ്ക്ക്. കേണൽ അങ്കിളിനെ മോൾ ഇനി ഒരിക്കലും കാണില്ല. എന്നെ ഇട്ട് വട്ട് തട്ടിയപ്പോ കേണൽ RK നായർ ഓർക്കണമായിരുന്നു എനിക്കും ഒരു ദിവസം വരുമെന്ന്. ഇനി ഞാൻ കുരങ്ങെളുപ്പിക്കാൻ പോകുന്നത് കേണലങ്കിളിന്റെ യഥാർത്ഥ രൂപത്തെയാണ്. നിന്റെ വേണുചേട്ടനെ. വേണുചേട്ടനെ കുരങ്ങെളുപ്പിച്ച വേണുചേട്ടനും എവിടെയെങ്കിലും പോ. പിന്നെ ചേച്ചിക്ക് ആരാ ഉള്ളത്?
എന്താ പറഞ്ഞത്? എത്രയായി? 5 രൂപ. ദാ. ഞാൻ എവിടെയെല്ലാം തിരക്കി, കാണാഞ്ഞപ്പോ വേണും പോയിന്ന് വിചാരിച്ചു. കേണലങ്കിൾ എങ്ങോട്ടോ പോയി. അപ്പൊ വേണുവും പോവോന്ന് പേടിച്ചു ഞാൻ. ആ കിളവൻ അതും അതിനപ്പുറം ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. പക്ഷേ ഓടി പോവുമായിരുന്നു വേണ്ടത്. ആ നശിച്ച പെണ്ണ് എന്റെ കഴുത്തേ വന്ന് കയറുമെന്ന് ഞാൻ അറിഞ്ഞു. അത് കണ്ടോടനെ തുടങ്ങിയല്ലോ തന്റെ കണ്ണീരും മൂക്കിയിട്ടലും. ഞാൻ വെറുതെ നടിച്ചതാ വേണു. എനിക്ക് ശരിക്കും ദേഷ്യമൊന്നുമില്ല. വേണു വേണു ഏയ് മിണ്ടില്ല. ഗോപികെ, നമ്മൾ കൊച്ചു കുട്ടികളല്ലേ ഇങ്ങനെ ഇണങ്ങാനും പിണങ്ങാനും. അതിനുള്ള സമയമല്ലിത്. താൻ പറഞ്ഞില്ലേ കേണലെങ്കിൽ തന്നെ വിട്ടുപോയെന്ന്. ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെങ്കിലും എനിക്കും തന്നെ വിട്ടു പോകേണ്ടി വരും. ഇത് തന്നെ വല്ലാതെ നോവിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും എങ്ങനെ പറയാതിരിക്കുക? ഞാൻ ഇപ്പോഴും നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളിയാണ്. സത്യം എന്തെങ്കിലും തെളിയുമെന്ന പ്രതീക്ഷയും എനിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പിടിക്കപ്പെടും. നമ്മൾ ഇന്ന് നെയ്തു കൂട്ടുന്ന സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളായി തന്നെ തകർന്നു വീഴും. വേണു, ഞാൻ ഇതൊന്നും ഓർക്കാത്തതല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ സമയം വല്ലാതെ വൈകിയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിന് ഗോപികയ്ക്ക് കഴിയണം. എന്റെ നിസ്സഹായത അറിയാമല്ലോ. വേണു, I'm sorry. I'm sorry. I'll help you, വേണു. വേണമെങ്കിൽ മദർ വേണുവിനെ തള്ളി പറഞ്ഞോളൂ. അതിനു മുൻപ് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം പ്ലീസ്. ഒരുപാട് പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്താൻ ശ്രമിക്കുമ്പോൾ ആരും അങ്ങോട്ട് അടുക്കില്ല, നോക്കി നിൽക്കുകയുള്ളൂ. പക്ഷേ മദർ പഠിപ്പിച്ച് നന്മയുടെ പാഠങ്ങൾ മറക്കാത്തതുകൊണ്ട് വേണു നോക്കി നിന്നില്ല. വേണു ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഒത്തിരി പാടുപെട്ടു. കുട്ടി, ഇതായിരുന്നു സത്യമെങ്കിൽ അവൻ പോലീസിനെ ഭയപ്പെടുന്നത് എന്തിന്? ഇന്ന് മദർ തെറ്റിദ്ധരിക്കുന്ന പോലെ അന്ന് ആ പെൺകുട്ടിയും വേണുവിനെ തെറ്റിദ്ധരിച്ചു. പിന്നെ പോലീസും എല്ലാം വളച്ചൊടിച്ചു. ആരും പറയാത്ത ഈ പുതിയ കഥയുമായി മോൾ എന്തിന് എന്നെ വിശ്വസിപ്പിക്കാൻ ബന്ധപ്പെടുന്നു? എനിക്ക് ബന്ധപ്പെട്ടേ പറ്റും. അത് വേണു തട്ടിക്കൊണ്ടു പോയെന്ന് ലോകവും മദറും വിശ്വസിക്കുന്ന പെൺകുട്ടി മറ്റാരുമല്ല, ഞാനാണ്. വേണു വെറും ഒരു ടാക്സി ഡ്രൈവറാണെന്ന് തെളിയിക്കാൻ ഇത് മതി. ഇവരാണ് വേണുവിന്റെ ടാക്സിയിൽ ആദ്യമായി കയറിയതെന്ന് തെളിയിക്കാനും ഇത് ധാരാളം. ഇനി എനിക്ക് വേണുവിന്റെ പേരിലുള്ള എല്ലാ കേസുകളും ധൈര്യമായി പിൻവലിക്കാം. താങ്ക് യു അങ്കിൾ. പക്ഷേ മോളെ, DIG ചന്ദ്രശേഖര മേനോൻ അത് ചെയ്യില്ല. സാർ, തനിക്കിപ്പോ എന്താ വേണ്ടേ? സോറി, വേണു കുറ്റവാളിയല്ല എന്ന് തെളിയിക്കാൻ നിങ്ങളീ കൊണ്ടുവന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, ഇതുപയോഗിച്ച് വേണുവിന് ഈ ഗാങ്ങുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ എനിക്കാവും. അങ്കിൾ, എന്താ ഇത്? മോൾക്കും ഒരു കാര്യം നിഷേധിക്കാനാവില്ല. ഇവരല്ലേ മോളെ പിടികൂടാൻ ആദ്യം ശ്രമിച്ചത്. അങ്കിൾ എന്ത് പറഞ്ഞാലും വേണു എന്നെ കിഡ്നാപ്പ് ചെയ്തുവെന്ന് ഞാൻ ഒരു കോടതിയിലും സമ്മതിക്കില്ല. വേണമെങ്കിൽ ഇനി എനിക്ക് വേണു ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്ന് പത്രങ്ങളോടും പബ്ലിക്കിനോടും പറയാം. മോളെന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് സാർ ഇതുവരെ നേടിയെടുത്ത പേരിനും പ്രശസ്തിക്കും കളങ്കമാവും. എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കണോ? എന്തിനാ അങ്കിൾ?
വെറുതെ വാശി പിടിക്കുന്നേ? ഞാൻ അറിയാതെ അല്പം ഹാർഷായി സംസാരിച്ചുവെങ്കിൽ ക്ഷമിക്കുക. വേണുവിൻ്റെ ഇന്നസെൻസ് സാറ് മനസ്സിലാക്കണം എന്ന ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. ഓക്കെ, ഞാൻ വേണുവിനെ രക്ഷിക്കാം. നാളെ ഞാൻ അവനെ ഒന്ന് കാണട്ടെ. മേ ബി ഹീ ഈസ് റിയലി ഇന്നസെന്റ്. ഗോപിക, ഇതെന്താ? ഒന്നും കാണാൻ വയ്യ. ഗോപിക, എന്താ ഇത്? A pleasant surprise for you. സർപ്രൈസാ? പടി. പടി എങ്ങോട്ടാ? ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇങ്ങോട്ടാ? സോറി സോറി, ഇനി കണ്ടില്ല ഒരു കണ്ടില്ല. അക്ഷരം മിണ്ടാതെ വേണം എന്റെ കൂടെ വരാൻ. എന്തിന്? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കരുത്. താൻ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ അഴിക്കും. വേണു അഴിക്കണ്ട, വേണുവിനെ കൊണ്ട് ഞാൻ അഴിപ്പിക്കാം. അയ്യോ പോലീസ്! പേടിച്ചൊന്നുമില്ല, അത് കളാ. അയ്യോ അങ്കിൾ. ഏതങ്കിള്? അയ്യോ പേടിക്കണ്ട, അങ്കിൾ വേണുവിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അതായത് വേണുവിന്റെ പേരിലുള്ള എല്ലാ കേസുകളും അങ്കിൾ പിൻവലിക്കും. ശരിയല്ലേ അങ്കിൾ? അങ്കിൾ, വേണു, എനിക്കൊന്നും അറിയില്ല. അങ്കിൾ, അപ്പൊ നീ എന്നെ പറഞ്ഞു മയക്കി കൊലക്ക് കൊടുക്കുകയായിരുന്നല്ലേ? വേണു, ഞാൻ മതി അഭിനയം. ഇന്ന് നിന്നെ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം. എത്രയായാലും ഞാനൊരു ടാക്സി ഡ്രൈവർ അല്ലേ? അർഹതയില്ലാതെ നിന്നെ മോഹിച്ചതും സ്വപ്നം കണ്ടത് എന്റെ തെറ്റ്. ചതി, എന്നെ ചതിച്ചു. എന്ത് ഭ്രാന്തായി കാട്ടിയത്? വേണു എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? മോളെ, നിയമത്തിന് നിന്റെ ഈ കണ്ണീരല്ല, തെളിവുകളാണ് ആവശ്യം. എന്നെങ്കിലും വേണു നിരപരാധിയാണെന്ന് തെളിവുകൾ കിട്ടട്ടെ, അപ്പൊ ഞാൻ അവനെ വിട്ടയക്കാം. എടാ വീണു, നീ ഇവിടെ? നീ ഒളിവിൽ പോയ പിന്നെ എന്റെ ഗതി ഇങ്ങനെയൊക്കെ തന്നെ. ഒന്നെങ്കിൽ ഈ ലോക്കപ്പിൽ, അല്ലെങ്കിൽ അവന്മാരുടെ താവളത്തിൽ. സോറിടാ. ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു കാണുമല്ലേ? പക്ഷെ പലതിന്റെയും കണക്ക് തീർക്കാതെ എനിക്ക് മരിക്കാൻ പറ്റില്ലല്ലോ. വേണു, ഞാൻ ചതിച്ചതല്ല. കണ്ണീരും കൈയും കാട്ടി ഇനി എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. ഇത്രയും കാലം നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്യുന്ന പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിതാ ശരിക്കും കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ്. നിന്റെ DIG അങ്കിളിന് എന്താ ചെയ്യാൻ കഴിയാന്ന് നോക്കാം. നിനക്ക് വേണ്ടി ജീവിതം പോലും നഷ്ടപ്പെടുത്തിയവനാ ഞാൻ. ആ എന്നെ നീ ക്രൂരമായി ചതിച്ചു. ചതിക്ക് ചതി. ഇറങ്ങാൻ വേണു, എന്നെ വിശ്വസിക്കു. വേണു, വേണു പ്ലീസ്.
മിണ്ടരുത്, കൊന്നുകളയും. ഒന്ന് വേഗം വാ. വേണു ബോസ്! എത്തി. വേഗം നിക്കവിടെ. ഇനി ഒരാടി മുമ്പോട്ട് വെക്കരുത്. ബോസ്, ഇതാ ഞാനിവരെ എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുന്നു. എന്ത് പറയുന്നു വേണു? ഓക്കെ, ഞാനിവിടെ വിട്ടുതരാം. ഇനി കരാർ പ്രകാരം പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. ശരി, ദാ വെലു. വേണു, എന്താണിതൊക്കെ? വേണു, എന്നോടൊക്കെ ചെയ്യരുത് വേണു, പ്ലീസ്. മോളെ, നിനക്ക് വേണ്ടി ജീവിതം തുലയ്ക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. നോക്ക്, ഇനി ഈ ലക്ഷങ്ങൾ കൊണ്ട് എനിക്ക് എന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാം. കേസും അന്വേഷണവും തേച്ചു മാച്ച് കളയാം. താങ്ക് യു ഫോർ എവരിത്തിങ്. വേണു, വേണു. എല്ലാ ഭാവങ്ങളും നേരുന്നു. വേണു പ്ലീസ് ഡോണ്ട് ലീവ് മീ വേണു ഒരു മിനിറ്റ്. ഞാൻ വളരെയധികം പാടുപെട്ട അവനെ കൊണ്ട് ഇതൊന്നും സമ്മതിപ്പിച്ചത്. അപ്പൊ എനിക്ക് അതിന്റെ കമ്മീഷൻ. ഓ, കമ്മീഷൻ. താങ്ക് യു സാർ. വേണു, കുമാരി, വാ വാ വാ. ഗോപിക, വാ വാ. ഗോപിക, വാ വാ. താങ്ക് യു. സറണ്ടർ. Get them! ഇനി ആരെങ്കിലും ഒരടി മുമ്പോട്ട് വെച്ചാ ഇവിടെ ശവമായിരിക്കും ഇവിടെ വീഴുക. അവൻ പോണെങ്കിൽ പോട്ടെ, ഇവന്മാരെ പിടിച്ചകത്തിട്. എനിക്കിപ്പോ എന്താ വേണ്ടേ? മര്യാദ ശബ്ദം ഉണ്ടാക്കുന്നില്ല.
ഓഹോ, അപ്പോ എല്ലാം എന്നെ പറ്റിക്കാനുള്ള നാടകമായിരുന്നു അല്ലേ? സഖാവേ, വലിയ ബഹളമൊന്നും വെക്കാതെ ആ കുട്ടിയെ ഇനി വിട്ടു തന്നേക്ക്. എന്റെ സമയം മെനക്കെടുത്തരുത്. മാറടെ കളവാ. അങ്കിൾ അടുത്തേക്ക് വരണ്ട അങ്കിൾ, എന്നെ രക്ഷിക്കണ്ട. എനിക്കിനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല. വേണു എന്നെ ചീറ്റ് ചെയ്തു. മോളെ, അത് നമുക്ക് വേണുവിനെ കണ്ട് വിശദമായി സംസാരിക്കാം. മോള് പേടിക്കണ്ട. സെക്കൻഡ് വേൾഡ് വാറിന്റെ തുടക്കവും ഏതാണ്ട് ഇതുപോലെയായിരുന്നു. ഇതാ വരുന്നേ. എടുത്തോ. മോളെ, നമുക്ക് പോവാം. വേണ്ട അങ്കിൾ, എനിക്ക് വേണ്ടി അങ്കിൾ ഇടികൊള്ളണ്ട. വേണു എന്നെ വഞ്ചിച്ചു. എനിക്കിനി ജീവിച്ചിരിക്കണ്ട. ഞാൻ മരിക്കാൻ പോവാ അങ്കിൾ. വേണു എന്നെ വിറ്റ് കാശാക്കി. അവിടെ നിൽക്കാൻ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അങ്കിൾ, ഞാൻ മരിക്കാൻ പോവാ. മോളെ, കാര്യം അറിയാതെ വേണു പാവമാണ്. പറയുന്നത് കേൾക്ക്. മോളെ, കേണൽ വെള്ളത്തിൽ ചാടിയാ വേണുവാവും. ചാടണോ? മോളെ, മോളെ, എന്താ മോളെ ഇത്? അയ്യേ, കഷ്ടം അങ്കിൾ. ദേ, മീശ ഇപ്പോഴും ഇളകി കിടക്കുക. വേണമെങ്കിൽ ഞാൻ ഒട്ടിച്ചേരാം. കേണൽ നായർ ശരിക്കും ആരാണെന്ന് ഞാൻ ഒരിക്കലും അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? പക്ഷെ പണ്ടേ എനിക്ക് മനസ്സിലായിരുന്നു. കൊച്ചു കള്ളൻ. ഇത്രയും നാളെ എന്നെ കുരങ്ങ് കളിപ്പിച്ചതിന് ഞാൻ കാണിച്ചു തരാം. അയ്യേ, നെറ്റ്. മര്യാദക്ക് പ്രോമിസ് ചെയ്യണം, ഈ വേഷം കെട്ടി ഇനി എന്നെ പറ്റിക്കില്ലാന്ന്. പ്രോമിസ്. ഒരു വട്ടം കൂടി പ്രോമിസ്. അയ്യോ, ഇത് കേണലങ്ങളുടെ കൈ പോലിരിക്കുന്നു. അയ്യോ, തന്ത്രപ്രധാനമായിരുന്ന പല വിവരങ്ങളും പോലീസിന് നൽകിയിരുന്ന ഒരാളായിരുന്നു കേണൽ നായർ.
അദ്ദേഹത്തിന്റെ മരണം ഒരു കൊലപാതകമായിരിക്കാനാണ് സാധ്യത. എന്തായാലും മൃതദേഹം കിട്ടിയാലേ ഇതേക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയുവാൻ സാധിക്കും. ഏ? എന്ത്? ഓ